തദ്ദേശ തെരഞ്ഞെടുപ്പിലെ രണ്ടാം ഘട്ടത്തിൽ പോളിംഗ് മികച്ച രീതിയിൽ പുരോഗമിക്കുകയാണ്. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിൽ പോളിംഗ് 58% കടന്നുവെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന ഔദ്യോഗികമായ വിവരം. വൈകിട്ട് 6 മണി വരെയാണ് പോളിംഗ് സമയം. ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ 70.91% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. പാലക്കാട്ട് നിന്ന് അരുൺ ശങ്കർ, കാസർഗോഡ് നിന്ന് സാരംഗ് സുരേഷ്, ചീമേനിയിൽ നിന്നാണ് സാരംഗ് വിവരങ്ങൾ നൽകുക. വയനാട്ടിൽ നിന്ന് എം കമൽ, പടിഞ്ഞാറത്തറയിൽ നിന്നാണ് വിവരങ്ങൾ നൽകുക. കോഴിക്കോട്ട് നിന്ന് രാഹുൽ കെ വി, തൃശ്ശൂരിൽ നിന്ന് പ്രദീപ് ജോസഫ്, മലപ്പുറത്ത് നിന്ന് ഇന്ത്യാസ് കരീം ഉൾപ്പെടെയുള്ളവർ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോകുൽ വി എസ് പാലക്കാട്ട് വിവരങ്ങളുമായി. ഗോകുൽ, പാലക്കാട്ട് എങ്ങനെ പുരോഗമിക്കുന്നു തെരഞ്ഞെടുപ്പ്? പ്രത്യേകിച്ച് പാലക്കാട്ടുമായി ബന്ധപ്പെട്ട് BJP-യിലെ വലിയ പടലപ്പടക്കം, തർക്കം, പരസ്യമായ പോര്. പാലക്കാട് നഗരസഭ BJP-ക്ക് ഒപ്പം ഇന്ന് സംസ്ഥാനത്തെ 2 നഗരസഭകളിൽ ഒന്നായിരുന്നു. അവിടുത്തെ സാഹചര്യം എങ്ങനെയാണ്? രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിവാദം ഉൾപ്പെടെ വലിയ ചർച്ച ചെയ്യപ്പെടുന്ന പാലക്കാട്ടെ ഇപ്പോഴത്തെ പോളിംഗ് പെർസെൻറ്റേജ് എങ്ങനെയാണ്? അതായത് പാലക്കാട് ജില്ലയിൽ ആകെ 66% പോളിംഗ് ശതമാനം എത്തി നിൽക്കുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വടക്കൻ ജില്ലകളെ ശരാശരി വെച്ച് നോക്കുമ്പോൾ അത് കൂടുതലാണ്. പക്ഷേ എങ്കിലും നമ്മൾ നഗരസഭകൾ പരിശോധിക്കുകയാണെങ്കിൽ പാലക്കാട് നഗരസഭയിൽ വളരെ കുറവ് പോളിംഗ് ആണുള്ളതെന്ന് കാണാം. 54.41% മാത്രമേ പാലക്കാട് നഗരസഭയിൽ ഇതുവരെയും പോൾ ചെയ്തിട്ടുള്ളൂ. ചിറ്റൂരാണ് ഏറ്റവും കൂടുതൽ, 71% പോളിംഗ് ഉണ്ട്. പാലക്കാട് നഗരസഭയിൽ അല്പം കുറവാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം 54% മാത്രമേ, തമ്മിൽ ഏറ്റവും കുറവ് പാലക്കാട് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഏറ്റവും കുറവ് പാലക്കാട് നഗരസഭയിലാണെന്ന് തന്നെ പറയേണ്ടി വരും. ഇത് ഏത് രീതിയിലായിരിക്കും ബാധിക്കുക? വാശിയേറിയ പോരാട്ടം നടക്കുന്ന ഒരു തദ്ദേശ സ്ഥാപനമാണ് പാലക്കാട് നഗരസഭ. അതിനെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പാലക്കാട് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാൻ വരുമോ എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കുന്നത്തൂർമേടിലുള്ള രാഹുൽ മാങ്കൂട്ടം വോട്ട് ചെയ്യേണ്ട ബൂത്തിന് മുന്നിലാണ്. അദ്ദേഹം ഒരുപക്ഷെ ഏകദേശം ഒരു 5 മണിയോട് അടുപ്പിച്ചോ അല്ലെങ്കിൽ വൈകിട്ടോ ഇവിടേക്ക് എത്തുമോ എന്നുള്ളതാണ് നമുക്കിനി കാത്തിരുന്ന് കാണേണ്ടത്. ഈ ബൂത്തിലാണ് രാഹുൽ വോട്ട് ചെയ്യുകയാണെങ്കിൽ ചെയ്യേണ്ടി വരിക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം വരുമോ എന്നുള്ളത് ഇപ്പോഴും ഒരു സസ്പെൻസായി നിൽക്കുന്നു. കാരണം ഈ ഒരു വിവാദം വന്ന അന്ന് പോയതാണ് ഇവിടെ നിന്ന്. ഏകദേശം ഒരു 13 ദിവസത്തോളമായി രാഹുൽ ഇവിടെ ഇല്ല. അപ്പോൾ ഈ ഒളിവ് ജീവിതം അവസാനിച്ച് രാഹുൽ ഇന്ന് പൊതുമധ്യത്തിൽ വരുമോ എന്നുള്ളതാണ്. നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ഇന്ന് വലിയ രീതിയിൽ ഉച്ചയോട് ശേഷം വലിയ മന്ദഗതിയിലാണ് പോളിംഗ് പുരോഗമിക്കുന്നത്. ഇവിടെ നിന്ന് തന്നെ ആളുകൾ, വോട്ട് ചെയ്യാൻ വരുന്ന ആളുകൾ അല്ലെങ്കിൽ നീണ്ട നിരയോ ക്യൂവോ ഒന്നും തന്നെ ഇല്ല, ഈ ബൂത്തിലില്ല എന്നുള്ളതാണ്. രാഹുൽ എപ്പോൾ എത്തും എന്നുള്ളതാണ് ഇനി നമുക്ക് അറിയേണ്ടത്. ഇപ്പോൾ കുറച്ച് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകരൊക്കെ തന്നെ ഇവിടെ ഉണ്ടാവും. അവർക്ക് കാര്യത്തിൽ നേതാക്കൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നുണ്ടോ ഗോകുൽ? അവർ സ്ഥിരീകരിക്കുന്നുണ്ടോ? കുറേ ദിവസമായി ഒളിവിലായിരുന്നു. ഇപ്പോൾ പാലക്കാട്ടെ ഓരോ സ്ഥലത്തെയും പോളിംഗ് പെർസെൻറ്റേജ് കുറയുക കൂടുക എന്ന് പറയുമ്പോൾ അതിനൊരു കാരണം എപ്പോഴും ഉണ്ടാകും. ഇപ്പോൾ സംസ്ഥാനത്ത് എല്ലായിടത്തും പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞു നിൽക്കുകയല്ല. ചില മണ്ഡലങ്ങളിൽ, ചില തദ്ദേശ സ്ഥാപനങ്ങളിൽ പോളിംഗ് പെർസെൻറ്റേജ് കൂടി നിൽക്കും. അപ്പോൾ അതിന് ചില കാരണങ്ങൾ, കൂടാനും കുറയാനും ചില കാരണങ്ങളുണ്ട് എന്നത് നമുക്കറിയുന്നതാണ്. അതാണ് തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രം. പാലക്കാട്ട് വലിയ വാശിയേറിയ മത്സരം എപ്പോഴും നടക്കുന്ന സ്ഥലമാണ്. അവിടെ വല്ലാതെ പോളിംഗ് കുറഞ്ഞു എന്ന് പറയുമ്പോൾ ഒന്നുകിൽ BJP-ക്ക് അനുകൂലമായ വലിയ ട്രെൻഡില്ല, അല്ലെങ്കിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട, രാഹുലുമായി ബന്ധപ്പെട്ട ഈ വിവാദങ്ങൾ ആളുകളെ ബാധിച്ചിരിക്കുന്നു. അവിടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ നടക്കുന്നു എന്നൊരു തോന്നലുണ്ട്. രാഹുൽ എത്തുമോ? നേതാക്കളുടെ പ്രതികരണം എന്താണ്? ഇപ്പോൾ നമുക്ക് നമ്മുടെ ഒപ്പം ഈ വാർഡിലെ സ്ഥാനാർത്ഥി, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കൂടി ചേരുന്നുണ്ട്. എന്താണ്, രാഹുൽ എത്തുമോ? അങ്ങനെ എന്തെങ്കിലും സൂചനകളുണ്ടോ? ഔദ്യോഗികമായിട്ട് ഒന്നും അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല. ഏതെങ്കിലും തരത്തിലെ അറിവില്ല. പക്ഷേ പാലക്കാട് നഗരസഭയിൽ ഇന്ന് ഇപ്പോൾ ഇതുവരെ 54% പോളിംഗ് മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ഈ ജില്ലയിലെ കണക്കാക്കുകയാണെങ്കിൽ ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയ ഒരു സ്ഥലമാണ് പാലക്കാട് നഗരസഭ. അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് വോട്ടുകൾ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? എന്താണ് അവസ്ഥ? നമുക്ക് ചെയ്യേണ്ട വോട്ടുകളെല്ലാം കൃത്യമായി വന്നു എന്നുള്ളത് തന്നെയാണ്. ഞാനിപ്പോൾ ഒന്ന് പുറത്തെവിടെയും പോയിട്ടില്ല. ഇപ്പം നമ്മുടെ ഈ ബൂത്തിൽ 2 ബൂത്തുണ്ട് ഈ പോളിംഗ് സ്റ്റേഷനിൽ. നമ്മുടെ വോട്ടുകളെല്ലാം വന്നു എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. രാഹുൽ വിഷയമൊക്കെ ഈ സ്ഥലത്ത് ബാധിച്ചിട്ടുണ്ടോ പാലക്കാട്? ഇല്ല, അതൊന്നും വിഷയം ബാധിച്ചിട്ടില്ല. രാഹുൽ എത്തുമോ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നത്. അങ്ങനെ ഉള്ളൊരു സാഹചര്യം ഉണ്ടോ? ഇല്ല, ആകാംക്ഷയുടെ ആവശ്യമില്ല. അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചതാണല്ലോ. ആകാംക്ഷ ഒരു മാധ്യമ സൃഷ്ടി മാത്രമാണെന്നാണ് എനിക്ക് പറയാനുള്ളൂ. ആകാംക്ഷയൊന്നുമില്ല. അദ്ദേഹത്തിന് കേസ് കോടതിയുടെ പരിഗണനയുള്ളതാണ്. അതുകൊണ്ട് തന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് വരണം വെച്ചാൽ വരാം, വോട്ട് ചെയ്യാം, ഒരു പൗരാവകാശമാണ്. പ്രക്ഷോഭമൊക്കെ ആദ്യഘട്ടത്തിലൊക്കെ രാഹുലിനോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ രാഹുൽ ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ വിളിക്കുകയോ ഒക്കെ ചെയ്തിരുന്നു? ഇല്ല. പിന്നീട് കമ്മ്യൂണിക്കേഷനോ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷം പിന്നെ ബന്ധങ്ങളൊന്നുമില്ല? ഇല്ല.
ഏതായാലും രാഹുൽ വരുമോ എന്നുള്ള കാര്യത്തിൽ ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്കും ആർക്കും വലിയ പിടിയില്ല എന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. രാഹുലുമായിട്ട് അടുത്ത് നിൽക്കുന്ന പലരെയും നമ്മൾ ബന്ധപ്പെടുമ്പോൾ ഒന്നും തന്നെ അതിൽ കൃത്യമായൊരു ഉത്തരം പറയാൻ കഴിയുന്നില്ല. സ്വാഭാവികമായും ഇപ്പോൾ തന്നെ 54%, ഒരുപക്ഷെ ഇത് അല്പം കൂടി മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. കാരണം 54% എന്ന് പറയുമ്പോൾ ഈ പാലക്കാടിന്റെ ഒരു രീതി അനുസരിച്ച് പൊതുവെ ഒരു 4:30-5 മണിയോട് അടുക്കുമ്പോൾ കൂടുതൽ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. കാരണം ജോലി കഴിഞ്ഞും മറ്റുമൊക്കെ ആളുകൾ എത്തി കൂട്ടത്തോടെ ഒരു വോട്ടിംഗ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഒരു പക്ഷേ കുറച്ച് വർധനമൊക്കെ ഉണ്ടാകാം. എങ്കിലും ഈ പാലക്കാട് ജില്ലയിൽ ആകെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പാലക്കാട് നഗരസഭയിൽ 54% മാത്രമാണ് പോളിംഗ് എത്തിയിരിക്കുന്നത്. അവിടെയാണ് ഏറ്റവും കൂടുതലുള്ളത്. 71 നഗരസഭകളാണ്, 2 മുനിസിപ്പാലിറ്റികളാണ് ബി ജെ പിക്കൊപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്, 2020 ഉണ്ടായിരുന്നത്. അതിൽ പാലക്കാട് നഗരസഭയിൽ എപ്പോഴും വീറും വാശിയും നമ്മൾ പ്രകടമായി കാണാറുണ്ട്. വോട്ടിംഗ് പെർസെൻറ്റേജ് കുറയുന്നു എന്ന് പറയുമ്പോൾ ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്ന നഗരസഭ ബി ജെ പിക്ക് അനുകൂലമായ വലിയ ട്രെൻഡ് ഉണ്ടോ ഇല്ലയോ എന്ന് സംശയമുണ്ട്. അതല്ല, ഇനി രാഹുൽ വിവാദവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് വോട്ട് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് വോട്ടെടുപ്പിനോട് വലിയ തരത്തിലുള്ളൊരു താല്പര്യമില്ലായ്മ പ്രകടിപ്പിക്കുകയാണോ എന്ന കാര്യത്തിലൊരു സംശയമുണ്ട്. അതേസമയം വലിയ റോളില്ലാത്ത CPM-നെ സംബന്ധിച്ച് എന്താണ് സംഭവിക്കുന്നത് എന്ന കാര്യത്തിലുള്ള സംശയമുണ്ട്. അങ്ങനെ ഈ പോളിംഗ് പെർസെൻറ്റേജുമായി ബന്ധപ്പെട്ട് പലവിധ ഊഹാപോഹങ്ങൾക്ക് ഇടം നൽകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ പാലക്കാട് നഗരസഭയിലെ പോളിംഗ് പെർസെൻറ്റേജുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുക. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാൻ എത്തുമോ എന്ന ചോദ്യം വളരെ പ്രസക്തമായി ഈ അവസാന മണിക്കൂറുകളിലേക്ക് പോളിംഗ് കടക്കുമ്പോഴും നിലനിൽക്കുകയാണ്.